ആദർശത്തിൻ ബലിപീഠത്തിൽ ഞങ്ങൾക്കായി മരിച്ചവരെ ധീരാവിലാസം ചിത്തേ ഞങ്ങളുടെ ഓമന ശ്രീനിയേട്ട നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം, നിങ്ങൾ ഉയർത്തിയ കാവ്യപതാക, നിങ്ങൾ ഉയർത്തിയ കാവ്യപതാക ഞങ്ങളെ മണ്ണിൽ ശാശ്വതമാക്കും. ബലിദാനികൾ അമരന്മാർ, ബലിദാനികൾ അമരന്മാർ, അമരന്മാർ അവർ ധീരന്മാർ. ഞങ്ങൾക്കായി മരിച്ചവരെ, ഞങ്ങൾക്കായി മരിച്ചവരെ നിങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ. വേദിയിലിരിക്കുന്ന ആരാധ്യയായ ഇന്നത്തെ ഈ ചടങ്ങിന്റെ അധ്യക്ഷ ഡോക്ടർ ജെ പ്രമീള ദേവി അവർകൾ, ഇന്നത്തെ ഈ ചടങ്ങിലെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ കെ എസ് രാധാകൃഷ്ണൻ സാർ, നിങ്ങളെയൊക്കെ കഴിഞ്ഞ 3 വർഷക്കാലം പാലക്കാട് നയിച്ച പാർട്ടിയുടെ മുതിർന്ന കാര്യകർത്താവ് ജില്ലാ അധ്യക്ഷൻ ശ്രീ ഹരിദാസ് ജി, ജ്യേഷ്ഠ സഹോദരൻ ശ്രീ ഓമനകുട്ടേട്ടൻ, ഏറെ പ്രിയപ്പെട്ട പാർട്ടിയുടെ സഹപ്രവർത്തകന്മാരെ, ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി കേവലം 35 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനിലെ പാർട്ടിയുടെ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയെ പാലക്കാട് ഈസ്റ്റ് ജില്ലയിൽ നയിക്കുക എന്ന ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഉത്തരവാദിത്വം പാർട്ടി അർപ്പിച്ച ആ ഉത്തരവാദിത്വം അതിന്റെ 100 മടങ്ങ് വിജയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും കൂട്ടായ പരിശ്രമത്തിലൂടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹവും പിന്തുണയും ആശീർവാദവും സഹകരണത്തിലൂടെ നമുക്ക് പാലക്കാട് ജില്ലയുടെ ഗ്രാമാന്തരങ്ങളിലെ പാലക്കാട് ജില്ലയുടെ സമസ്ത മേഖലകളിലും കുങ്കുമഹരിത കാവ്യ പതാക നമുക്ക് പാറി പറപ്പിക്കുവാനായിട്ട് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത് എന്റെ മനസ്സിനകത്ത് കടന്നു വന്നിട്ടുള്ള 4-5 കാര്യങ്ങൾ. ഒന്ന്, ഈ പാർട്ടിയെ ഈ നിലയിൽ വളർത്തി വലുതാക്കുന്നതിന് വേണ്ടിയിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവനും ജീവിതവും നൽകിയ ആയിരക്കണക്കിന് വരുന്ന പ്രവർത്തകരുടെ വിയർപ്പിന്റെ ഫലമാണ് ഇന്ന് പാലക്കാട് ജില്ലയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഖ സൗകര്യങ്ങളെല്ലാം. ഈ പാർട്ടിയെ ഈ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തങ്ങളുടെ സർവസ്വവും ഈ പാർട്ടിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട്, തങ്ങളുടെ ബന്ധുക്കളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട്, തങ്ങളുടെ കുടുംബാംഗങ്ങൾ പോലും ഒരു ഘട്ടത്തിൽ മാറി നിന്ന സമയത്ത് നമ്മുടെ എഞ്ചിനീയർ ഉദാഹരണമാണ് പാലക്കാട് മണ്ഡലത്തിന്റെ അധ്യക്ഷൻ ശശിയേട്ടൻ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ആ സമുദായം മുഴുവൻ ഭ്രഷ്ട് കൽപ്പിച്ച ഒരു കുടുംബമായിരുന്നു ശശിയേട്ടന്റെ. പക്ഷേ ഇന്ന് ആ വാർഡ് ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഒരു കാലഘട്ടത്തിലെ ഒതുക്കി നിർക്കപ്പെട്ട ആളുകൾ അവഗണിക്കപ്പെട്ടവിടെ നിന്ന് ഇന്ന് പാർട്ടിക്ക് അവിടെ അടിത്തറ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വരുന്ന 100 കണക്കിന് ആളുകളുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ്.